അപ്പോൾ നിഗ്രഹസ്ഥാനങ്ങളിലെ ഏഴാമത്തെ നിഗ്രഹസ്ഥാനം നിരർത്ഥകം എന്നാണ് ഇതിൻ്റെ പേര്. നിരർത്ഥകം എന്ന് പറഞ്ഞാൽ അർത്ഥം ഉണ്ടാക്കാത്തത്, ഒരർത്ഥവും ബോധിപ്പിക്കാത്തത്, അർത്ഥബോധകമല്ലാത്തത് എന്നർത്ഥം. അതിൻ്റെ ലക്ഷണസൂത്രം വർണ്ണക്രമ നിർദ്ദേശവൻ നിരർത്ഥകം. വർണ്ണക്രമ നിർദ്ദേശവൻ നിരർത്ഥകം. വർണ്ണക്രമ നിർദ്ദേശവത്. വർണ്ണക്രമ നിർദ്ദേശം പോലെയുള്ളത്. വർണ്ണക്രമം വർണ്ണങ്ങളുടെ ക്രമം. അകാരാദിയാണ് വർണ്ണം. അക്ഷരങ്ങളുടെ മൂലരൂപം ആണ് വർണ്ണം. ഇത് അകാരാദി. അതിനെ നമ്മൾ ക്രമമായിട്ട് പഠിക്കുന്നു ഭാഷ പഠിക്കാൻ തുടങ്ങുമ്പോൾ. ആ വർണ്ണങ്ങളെ ക്രമത്തിൽ പറയുന്നത് പോലെ ഉള്ളത്. വാദത്തിൽ ഒരു വാദം ഉന്നയിക്കുമ്പോൾ ആ വാദം വർണ്ണങ്ങൾ ക്രമത്തിൽ പറയുന്നത് പോലെ ഇരിക്കുക. അങ്ങനെ ഇതിനൊരു അർത്ഥം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അതിന്. അങ്ങനെയുള്ളതാണ് നിരർത്ഥകം. അഭിധാനാഭിധേയ സംബന്ധം വഴിയാണ് അർത്ഥമുണ്ടാകുന്നത്. അഭിധാനം എന്ന് പറയുന്നത് വാക്ക്, അഭിധേയം പദാർത്ഥം, ആ പദം കൊണ്ട് പറയപ്പെടുന്നത്. പദം, അഭിധാനം, പദാർത്ഥം, അഭിധേയം. പദപദാർത്ഥ സംബന്ധത്തെയാണ് അഭിധാന അഭിധേയ സംബന്ധം എന്ന് പറയുന്നത്. അഭിധാന അഭിധേയ സംബന്ധം ഉള്ളത് കൊണ്ടാണ് നമുക്ക് പറയുന്നത് കേൾക്കുമ്പോൾ അർത്ഥബോധം വരുന്നത്. അഭിധാനാഭിധേയ സംബന്ധം ഇല്ലാതെ പറഞ്ഞാൽ അതിന് അർത്ഥബോധം ഉണ്ടാക്കാൻ കഴിയില്ല. അങ്ങനെ അർത്ഥബോധം ഉണ്ടാക്കാൻ കഴിയാത്ത പ്രയോഗത്തെയാണ് നിരർത്ഥകം എന്ന നിഗ്രഹസ്ഥാനമായിട്ട് പറയുന്നത്. ഉദാഹരണം, കചടതപ ശബ്ദം നിത്യമാണ്. കഫ ഛത്വം കൊണ്ട് ജപഘടദശ പോലെ. ഒരു അനുമാനം പറയണം. കാചടതപ ശബ്ദം നിത്യമാണ്. കാചടതപ എന്ന് കേൾക്കുമ്പോൾ അതൊരർത്ഥത്തെയും ബോധിപ്പിക്കുന്നില്ല. വർണ്ണങ്ങൾ ക്രമത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഖ ഛ ഥ, ഇതും 4 വർണ്ണങ്ങൾ ക്രമത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് പദമല്ലാത്തത് കൊണ്ട് അതിന് പദാർത്ഥം ബോധിപ്പിക്കാനും കഴിയില്ല. ജപഘടദശ പോലെ, ജപഘടദശ എന്ന് കേൾക്കുമ്പോഴും ഒരർത്ഥബോധം ഉണ്ടാവുന്നില്ല. ഇങ്ങനെ അർത്ഥബോധം ഉണ്ടാക്കാത്തതിനെയാണ് നിരർത്ഥകം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ വാദത്തിൽ ചെയ്യാൻ പാടില്ല. സ്പഷ്ടാർത്ഥകമായ വാദം മാത്രമേ ഉന്നയിക്കാവൂ. എന്ത് പറയുമ്പോഴും, ഉദാഹരണം പറയുമ്പോഴും, വേറെ എന്ത് വാദം പറയുമ്പോഴും അതെല്ലാം നിശ്ചിതമായ പദപദാർത്ഥ സംബന്ധത്തോടു കൂടിയ പ്രയോഗം മാത്രം ആയിരിക്കണം. അങ്ങനെ അല്ലാതെ ചെയ്യുന്നത് നിഗ്രഹസ്ഥാനമാണ്, പരാജയ കാരണമാണ്. ഇങ്ങനെ പറയുന്നയാൾ വാദത്തിൽ പരാജയപ്പെടുന്നു. ഇത് നിരർത്ഥകം എന്ന നിഗ്രഹസ്ഥാനം. എട്ടാമത്തേത് അവിജ്ഞാതാർത്ഥം. അവിജ്ഞാതം, വിജ്ഞാനം ചെയ്യപ്പെടാത്തത്, അറിയപ്പെടാത്തത്, അങ്ങനെയുള്ള അർത്ഥം. അതിൻ്റെ ലക്ഷണം പരിഷത് പ്രതിവാദിഭ്യാം തിരഭേദമപി അവിജ്ഞാതം അവിജ്ഞാതാർത്ഥം. പരിഷത് പ്രതിവാദിഭ്യാം, പരിഷത്തിനും പ്രതിവാദിക്കും. പരിഷത്ത് എന്ന് പറയുന്നത് സഭാവാസികളെയാണ്. അത് നടക്കുന്നിടത്ത് സദസ്സുണ്ടാവും.
ആ സദസ്സിലിരിക്കുന്ന ആളുകളെയാണ് പരിഷത്ത് എന്ന് പറയുന്നത്. വാദപരിഷത്ത്. വാദപരിഷത്തിന്റെ മുമ്പിലാണ് വാദം നടത്തുന്നത്. ആ വാദപരിഷത്തിനും പ്രതിവാദി, എതിർവാദം ചെയ്യുന്നയാള്, ഈ രണ്ട് കക്ഷികള്, സദസ്സിനും പ്രതിവാദിക്കും ത്രിഹി അഭീതം അപി, 3 പ്രാവശ്യം പറഞ്ഞാലും, അഭീതം പറയപ്പെട്ടത്, അഭീതം 3 പ്രാവശ്യം പറയപ്പെട്ട, 3 പ്രാവശ്യം പറയപ്പെട്ടാലും അവിജ്ഞാതം ആയിട്ട് ഇരിക്കുന്നു. അതിന്റെ അർത്ഥം, ആ പറഞ്ഞതിന്റെ അർത്ഥം അറിയപ്പെടാതെ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന വാദത്തെയാണ് അവിജ്ഞാതാർത്ഥം എന്ന നിഗ്രഹസ്ഥാനമായിട്ട് പറയുന്നത്. ഇവിടെ വാദിയുടെ വാക്യത്തെയാണ് പറയുന്നത്. വാദിയുടെ വാക്യത്തെ സംബന്ധിച്ചാണ് ഈ സൂത്രം. അപ്പൊ വാദിയുടെ വാക്യം എന്ന് അധ്യാഹരിക്കണം. സൂത്രത്തിൽ അതില്ല, അത് അവിടെ നമ്മൾ കൊണ്ടുവന്ന് വയ്ക്കണം. വാദിനഹ വാക്യം ത്രിഹി അഭിഹിതം അപി. വാദിയുടെ വാക്യം 3 തവണ പറഞ്ഞാലും പരിഷത് പ്രതിവാദിഭ്യാം അവിജ്ഞാതം, പരിഷത്തിനും പ്രതിവാദിക്കും അറിയപ്പെടാതെ ഇരിക്കുന്നു, മനസ്സിലാവാതെ ഇരിക്കുന്നു. അങ്ങനെ മനസ്സിലാവാതെ വരുന്ന അത് എന്തുകൊണ്ടാണ്? ഈ വാദം പറയുന്നതിൻ്റെ ദോഷം കൊണ്ടാണ്. പറയേണ്ടതുപോലെ പറയാഞ്ഞത് കൊണ്ടാണ് അർത്ഥബോധം വരാഞ്ഞത്. എന്തൊക്കെയാണ് ഈ പറയേണ്ടതുപോലെ അല്ലാതെ പറയാ? ഒന്ന്, വാദം ഉന്നയിക്കുമ്പോൾ അതില് ശ്ലേഷപ്രയോഗങ്ങൾ ചെയ്യുക. ശ്ലേഷം, ഒരു പദത്തിന് 2 അർത്ഥങ്ങൾ ഉണ്ടാകുന്നതാണ് ശ്ലേഷം. കാവ്യത്തിൽ വളരെ സുന്ദരമാണത്. അപ്പൊ കാവ്യത്തിൽ കാവ്യ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി, കാവ്യത്തിന് ശോഭയുണ്ടാക്കാൻ വേണ്ടി പ്രയോഗിക്കുന്ന ഒരു അലങ്കാരത്തിന്റെ പേര് ശ്ലേഷം എന്നാണ്. ഒരു പദത്തിന്റെ 2 അർത്ഥം. ഇത് ശാസ്ത്രം പറയുന്നിടത്ത് കൊണ്ടുവന്നാലോ, കാവ്യത്തിന് ശോഭയുണ്ടാകുന്നതൊക്കെ ശാസ്ത്രത്തിന് ശോഭയുണ്ടാക്കുന്നില്ല. പലപ്പോഴും ശാസ്ത്രത്തിന്റെ ശോഭ കെടുത്തി കളയും. അപ്പൊ കാവ്യത്തിലത് ആദരണീയമാണ് എന്ന് വെച്ചിട്ട് ശാസ്ത്രത്തിൽ ആദരണീയമല്ല. അതുകൊണ്ട് ഈ വാദപ്രതിവാദം നടക്കുന്നിടത്ത് ശ്ലേഷം പ്രയോഗിക്കാൻ പാടില്ല. അവിടെ ഒരു പദം ഉപയോഗിച്ചാൽ ആ പദത്തിന് ഒരർത്ഥമേ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോഴേ കേൾക്കുന്ന ആൾക്ക് ഇന്ന അർത്ഥം വിവക്ഷിച്ചാണ് അയാൾ പറഞ്ഞത് എന്ന് മനസ്സിലാവുള്ളൂ. അങ്ങനെ അല്ലാതെ ഈ ശ്ലേഷം പ്രയോഗിക്കുക, ദ്വയാർത്ഥം ആണ് ശ്ലേഷം. അപ്പൊ ഇങ്ങനെ ദ്വയാർത്ഥ പ്രയോഗം കൊണ്ട് അർത്ഥം മനസ്സിലാകാതെ വരാം. രണ്ടാമത്, നടപ്പില്ലാത്ത പദം പറയുക. ആശയം, ഒരർത്ഥം പറയാൻ ഭാഷയിൽ നടപ്പുള്ള പദവും ഉണ്ടാവും, നടപ്പില്ലാത്ത പദവും ഉണ്ടാവും. പ്രചാരത്തിലുള്ളതും പ്രചാരത്തിൽ ഇല്ലാത്തതുമായിട്ടുള്ള പദം ഉണ്ടാവും. എപ്പോഴും ഒരു വാദം ഉന്നയിക്കുമ്പോൾ ഏറ്റവും പ്രചാരത്തിലുള്ള പദം വേണം ഉപയോഗിക്കാൻ. അപ്പോഴെല്ലാവർക്കും അർത്ഥബോധം ഉണ്ടാകും. പ്രചാരത്തിൽ ഇല്ലാത്ത പദം പറഞ്ഞാൽ പലർക്കും അർത്ഥബോധം വരില്ല. ശ്ലേഷം പോലെ വരുന്ന മറ്റൊരു ദോഷമാണ് പ്രചാരലുപ്തമായ പദം പ്രയോഗിക്കുക, പ്രചാരത്തിൽ ഇല്ലാത്ത പദം പ്രയോഗിക്കുക. ഇനി അമിതമായ വേഗത്തിൽ സംസാരിക്കുക. പറയുമ്പോ വളരെ വേഗത്തിൽ പറയും. നിശ്ചിത വേഗം കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവില്ല. പദങ്ങൾ വേർതിരിഞ്ഞ് കേൾക്കാൻ സാധിക്കണം. ഓരോ പദവും വേർതിരിച്ച് കേട്ട് ആ പദത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയാണ് നമ്മൾ വാദത്തെ ഉൾക്കൊള്ളുന്നത്. എന്ത് പറയുമ്പോഴും അതിനെ ഉൾക്കൊള്ളുന്നത് അങ്ങനെയാണ്. അതിനിട കിട്ടാതെ തറവറാന്ന് പറയുക. അമിതമായ വേഗത്തിൽ പറയുന്നത് കൊണ്ട് എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ഇരിക്കുക. ഇങ്ങനെയുള്ള ചില പ്രയോഗദോഷങ്ങൾ കൊണ്ടാണ് പരിഷത്തിനും പ്രതിവാദിക്കും
3 തവണ പറഞ്ഞാലും വാദിയുടെ വാദം മനസ്സിലാകാതെ ഇരിക്കുന്നത്. ഇങ്ങനെ മനസ്സിലാകാതെ ഇരിക്കുന്നതിനെയാണ് അവിജ്ഞാതാർത്ഥം എന്ന നിഗ്രഹസ്ഥാനമായിട്ട് പറയുന്നത്. 9ാമത്തെ നിഗ്രഹസ്ഥാനം അപാർത്ഥകം. അപാർത്ഥകം മിഥ്യയായ അർത്ഥം ഉണ്ടാക്കും, പറഞ്ഞാൽ ശരിയായ അർത്ഥം തോന്നിക്കാത്തത്. അങ്ങനെ അർത്ഥബോധം വരായിക തന്നെയാണ് അപാർത്ഥകത്തിലും. അത് വേറെ കാരണം കൊണ്ടാണെന്നേ ഉള്ളൂ. ആ കാരണം എന്താണ് എന്ന് സൂത്രത്തിൽ ലക്ഷണമായിട്ട് പറയും. അപാർത്ഥകം പൗർവാപര്യ അയോഗാത്. അപ്രതിസംബദ്ധാർത്ഥം അപാർത്ഥകം. പൗർവാപര്യ അയോഗാത്. പൗർവം, പൂർവത്തിന്റെ ഭാവം പൗർവം. പൂർവം എന്ന് പറഞ്ഞാൽ മുമ്പുള്ളത്. മുമ്പുള്ളത് പൂർവം, പിന്നീട് വരുന്നത് ഉത്തരം. പൂർവത്തിന്റെ ഭാവമാണ് പൗർവം. അപരം എന്ന് പറഞ്ഞാലും പിന്നീട് ഉള്ളത് എന്നർത്ഥം. പിന്നീട് വരുന്നത് അപരം. അപരത്തിന്റെ ഭാവമാണ് ആപര്യം. അപരത്തിന്റെ ഭാവം ആപര്യം. പൗർവാപര്യം, പൂർവാപരം എന്ന് പറഞ്ഞാലും മതി. പൂർവാപരങ്ങൾക്ക് തമ്മിൽ യോഗം ഇല്ലാതിരിക്കുക, അയോഗം തമ്മിൽ ചേരാണ്ടിരിക്കുക. പൗർവാപര്യ അയോഗാത്. പൗർവത്തിന്റെയും ആപര്യത്തിന്റെയും അയോഗം ഹേതുവായിട്ട് മുമ്പുള്ളതും മുമ്പ് പറഞ്ഞതും പിന്നീട് പറയുന്നതും തമ്മിൽ വേണ്ട പോലെ കൂടിച്ചേർന്ന് വാക്യാർത്ഥത്തെ ബോധിപ്പിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്നതാണ് അപാർത്ഥകം. ചേർച്ചയില്ലായ്ക ആണ് അയോഗം. മുമ്പും പിമ്പും പറഞ്ഞതിൻ്റെ ചേർച്ചയില്ലായ്ക, ഇതാണ് അപ്രതിസംബന്ധാർത്ഥം. സംബന്ധമില്ലാത്ത എന്നർത്ഥം. അങ്ങനെയുള്ള അർത്ഥത്തോടു കൂടിയത് അപ്രതിസംബന്ധാർത്ഥം. അതിനെയാണ് അപാർത്ഥകം എന്ന് പറയുന്നത്. പദങ്ങളും വാക്യങ്ങളും തമ്മിൽ സംബന്ധമില്ലാത്തത് കൊണ്ട് അവ അന്വയിച്ച് അർത്ഥമുണ്ടാക്കുന്നില്ല, അന്വയിക്കാതെ കിടക്കുന്നു. സംബന്ധം വഴിയാണ് അന്വയം വരുന്നത്. സംബന്ധമില്ലാത്തവ അന്വയിക്കില്ല. ഇങ്ങനെ പദങ്ങളും വാക്യങ്ങളും സംബന്ധമില്ലാത്തത് കൊണ്ട് അന്വയിക്കാതിരിക്കുകയും അന്വയിക്കാതിരിക്കുന്നത് കൊണ്ട് അർത്ഥം ഉണ്ടാകാതെ ഇരിക്കുകയും ചെയ്യുന്നതാണ് അപാർത്ഥകം എന്ന നിഗ്രഹസ്ഥാനം. ഉദാഹരണം, ഒരാൾ പറയുന്നു ദശദാടിമാനി. ദശ ദാടിമാനി, ദശ 10. ദാടിമം എന്ന് പറഞ്ഞാൽ മാതളപ്പഴം. ദാടിമാനി ഇതിന്റെ ബഹുവചനാണ്. മാതളപ്പഴങ്ങൾ. ദശദാടിമാനി, 10 മാതളപ്പഴങ്ങൾ. ഇങ്ങനെ ആദ്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഷഡപൂപാഹ. ഷഡ് അപൂപ, 6 അപ്പം. കുണ്ടം, മൂന്നാമത് പറയുന്നത് കുണ്ടം. കുണ്ടം വെച്ചാൽ കലം, അരി വയ്ക്കുന്ന പാത്രം, കലത്തെയാണ് കുണ്ടം. അജാജിനം. അജാജിനം, അജത്തിന്റെ അജിനം. അജമാട്, അജിന തോല്. അജാജിനം എന്ന് പറഞ്ഞാൽ ആട്ടിൻ തോല്. അപ്പൊ കുണ്ടം എന്ന് പറഞ്ഞിട്ട്, കലം എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ആട്ടിൻ തോല്. പലലപിണ്ഡം, മാംസപിണ്ഡം. പിന്നെ പറഞ്ഞു അഥാ രൗരുകം ഏതത്. പിന്നെ അത് ഏതത്, ഇത് ഈ പറഞ്ഞ മാംസപിണ്ഡം. അത് രൗരുകം, രുരു എന്ന മൃഗത്തിൻ്റെയാണ്. രുരുവിനെ സംബന്ധിക്കുന്നത് രൗരകം.
രുരുവിന്റെ മാംസമാണ്. രുരു എന്ന മൃഗത്തിന്റെയാണ് ഈ മാംസപിണ്ഡം. അഥാ രൗരുകം ഏതത്. കുമാര്യ പാഹ്യം, പെൺകുട്ടിക്ക് കുടിക്കാൻ കൊടുക്കാം. കൊള്ളാം. പെൺകുട്ടിക്ക് കുടിക്കാൻ കൊടുക്കാവുന്നതാണ്. പിന്നെ പറഞ്ഞു തസ്യ പിതാ അപ്രതിശീന. തസ്യ പിതാ, അവളുടെ അച്ഛൻ അപ്രതിശീന, വൃദ്ധനാണ്, വയസ്സായ ആളാണ്. ഇതിലെ പദങ്ങളും വാക്യങ്ങളും പരസ്പര ബന്ധമില്ലാത്തത് കൊണ്ട് ഇതെല്ലാം കൂടി അന്വയിച്ച് വാക്യമാകുന്നില്ല, വാക്യാർത്ഥവും ആകുന്നില്ല. ഇങ്ങനെ പരസ്പര ബന്ധമില്ലാത്തത് കൊണ്ട് അന്വയിച്ച് അർത്ഥമാകാതെ കിടക്കുന്ന, അതുകൊണ്ട് ആകപ്പാടെ അർത്ഥശൂന്യം ആയിട്ടിരിക്കുന്ന തരം പ്രയോഗമാണ്. ഇതൊരു നിഗ്രഹസ്ഥാനമാണ്. ഇങ്ങനെ പറയുന്ന ആൾ വാദത്തിൽ തോറ്റു. ഇതാണ് അപാർത്ഥകം എന്ന നിഗ്രഹസ്ഥാനം. ഇനി അപ്രാപ്തകാലം, പത്താമത്തേത്. അപ്രാപ്തകാലം, കാലം പ്രാപിച്ചിട്ടില്ലാത്തത്, സമയം ആയിട്ടില്ലാത്തത് എന്നർത്ഥം. എന്താണ് അപ്രാപ്തകാലം? ഇതിന്റെ ലക്ഷണം പറയുന്നു. അവയവ വിപര്യാസ വചനം അപ്രാപ്തകാലം. അവയവ വിപര്യാസ വചനം അപ്രാപ്തകാലം. അവയവം എന്ന് പറയുന്നത് പരാർത്ഥാനുമതിയിലെ പഞ്ചാവയവങ്ങളെയാണ്. പ്രസിദ്ധമായ 5 അവയവങ്ങൾ, പ്രതിജ്ഞാദി 5 അവയവങ്ങൾ. ഈ അവയവങ്ങള് വിപര്യാസം, കാലം തെറ്റിയത്, ക്രമം തെറ്റുന്നതിന് കാലം തെറ്റുന്നതിനും ഒക്കെ വിപര്യാസം എന്ന് പറയും. അസ്ഥാനത്ത് വന്നിരിക്കുന്നു, സ്ഥാനം മാറി വന്നിരിക്കുന്നു, വിപരീതമായിട്ട് വന്നിരിക്കുന്നു. അങ്ങനെ വരുന്നതാണ് അവയവ വിപര്യാസം. അങ്ങനെയുള്ള വചനം. പഞ്ചാവയവങ്ങളെ ക്രമം തെറ്റി പറയുന്നത് ആണ് അവയവ വിപര്യാസ വചനം. അതിനെയാണ് അപ്രാപ്തകാലം എന്ന് പേരിട്ടിരിക്കുന്നു. അവയവ വിപര്യാസ വചനം അപ്രാപ്തകാലം. പ്രതിജ്ഞാ, ഹേതു, ഉദാഹരണം, ഉപനയം, നിഗമനം എന്ന 5 അവയവങ്ങൾ ഇത് ഈ ക്രമത്തിൽ തന്നെ വേണം പറയാൻ. ഇതേ ക്രമത്തിൽ പറയണം. പ്രതിജ്ഞ, ഹേതു, ഉദാഹരണം, ഉപനയം, നിഗമനം. ഈ ക്രമത്തിൽ വേണം ഇത് 5ഉം പറയാൻ. ഈ ക്രമം എങ്ങനെ തീരുമാനിച്ചു? അർത്ഥം കൊണ്ടാണ് ക്രമം ഉണ്ടാവുന്നത്. പഞ്ചാവയവ വാക്യത്തിന്റെ താല്പര്യം ബോധിക്കാൻ ഈ 5 അവയവങ്ങൾ ഏത് ക്രമത്തിലാണോ പറയേണ്ടത് അതാണ് അവയവങ്ങളുടെ ക്രമമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് പ്രതിജ്ഞയിൽ തുടങ്ങി നിഗമനത്തിൽ അവസാനിക്കുന്ന വിധത്തിൽ 5 സ്ഥാനങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു, ക്രമം നിശ്ചയിച്ചിരിക്കുന്നു. അത് തെറ്റിക്കുക. ഈ ക്രമത്തിൽ അർത്ഥവശാൽ ഉണ്ടായ ഈ ക്രമം തെറ്റിപ്പറഞ്ഞാൽ പഞ്ചാവയവ വാക്യത്തിന് അർത്ഥബോധം ഉണ്ടാക്കാൻ കഴിയില്ല. അർത്ഥം അപായപ്പെട്ടു പോകും. അർത്ഥവശാൽ ഉണ്ടായ ക്രമം തെറ്റുമ്പോൾ, അവയവ ക്രമം തെറ്റുമ്പോൾ അർത്ഥം തന്നെ അപായപ്പെട്ടു പോകുന്നു. അതിൽ നിന്നാണ് അപ്രാപ്തകാലം എന്ന നിഗ്രഹസ്ഥാനം ഉണ്ടാകുന്നത്. പിന്നെ അതിന് ശേഷം ഇന്നത് എന്ന് ക്രമപ്രകാരം വരുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിൽ വേണം ആ അവയവം പറയാൻ. ആ സന്ദർഭത്തെയാണ് അതതിൻ്റെ കാലം എന്ന് പറയുന്നത്. പ്രതിജ്ഞയുടെ കാലം, വാദം ആരംഭിക്കുമ്പോഴാണ്, തുടങ്ങുമ്പോൾ തന്നെ പ്രതിജ്ഞയുടെ കാലമാണ്. പ്രതിജ്ഞ പറഞ്ഞ് കഴിയുമ്പോഴാണ് ഹേതുവിൻ്റെ കാലം വരുന്നത്. പർവ്വതോ വന്യമാൻ, പർവ്വതത്തിൽ തീയുണ്ട് എന്ന് പ്രതിജ്ഞ ചെയ്ത് കഴിയുമ്പോഴാണ് ഇനി അതിൻ്റെ ഹേതു പറയാനുള്ള അവസരം. ധൂമാ, പുകയുള്ളത് കൊണ്ട്.
ഇങ്ങനെ അഞ്ചിനും ക്രമമുണ്ട്. ആ ക്രമപ്രകാരം ഉള്ള ആ സന്ദർഭത്തെയാണ് അതതിൻ്റെ കാലം എന്ന് പറയുന്നത്. പ്രതിജ്ഞയുടെ കാലം കഴിഞ്ഞാൽ ഹേതുവിന്റെ കാലം വരുന്നു, അത് കഴിഞ്ഞാൽ ഉദാഹരണത്തിന്റെ കാലം വരുന്നു. ഇങ്ങനെ അഞ്ചും കാലം മുറയ്ക്ക് വരുന്നു. ഇത് തെറ്റിക്കുക. ഈ കാലം വരുന്നതിന് മുൻപേ പ്രയോഗിക്കുക. അതുകൊണ്ടാണ് അപ്രാപ്ത കാലം, പ്രാപിച്ചിട്ടില്ല, കാലത്തെ പ്രാപിച്ചിട്ടില്ലാത്തത്. അതിന്റെ സമയമായിട്ടില്ല, അത് പറയേണ്ട സമയമായിട്ടില്ല, അതിനു മുമ്പേ പറയുക. പ്രതിജ്ഞ പറയുന്നതിന് മുമ്പ് ഏത് പറയുക, ഏത് പറയുന്നതിന് മുമ്പ് ഉദാഹരണം പറയുക. ഇങ്ങനെ പറയാൻ പോയാൽ എന്ത് ചെയ്യും? ഇങ്ങനെ ക്രമപ്രകാരം അത് പറയേണ്ട സന്ദർഭമാണ് അതതിൻ്റെ കാലം. ആ കാലമാകുന്നതിന് മുൻപ് പറയുന്നതിനെയാണ് അപ്രാപ്ത കാലം, പ്രാപിക്കപ്പെടാത്ത കാലത്തോടു കൂടിയത്, സമയം ആയിട്ടില്ലാത്തത് എന്നർത്ഥം. ഇത് അപ്രാപ്തകാലം എന്ന നിഗ്രഹസ്ഥാനം. ന്യൂനം, ന്യൂനം എന്ന് പറഞ്ഞാൽ കുറവുള്ളത്. ന്യൂനത്തിന്റെ ലക്ഷണം ഹീനമന്യതമേനാപ്പി അവയവേന ന്യൂനം. ഹീനം അന്യതപേന അപ്പി അവയവേന ഹീനം. അന്യതമേന അവയവേന ഹീനം. ഈ 5 അവയവങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കുറവായത്. അവയവം എന്ന് പറഞ്ഞാൽ പഞ്ചാവയവങ്ങളെയാണ്. അതിലൊന്ന് കുറവായിരിക്കുക. ഒന്നിൽ കൂടുതലാവാം, ഏതെങ്കിലും കുറയുക. അതിൽ കുറവ് വരുന്നതാണ് ന്യൂനം എന്ന നിഗ്രഹസ്ഥാനം. അന്യതമം, പലതിലൊന്ന് എന്നർത്ഥത്തിലാണ് അന്യതമം എന്ന് പറയുന്നത്. 2-1 അന്യതരം എന്ന് പറയുന്നു. 2-ൽ കൂടുതലുള്ളവയിൽ ഒന്ന് എന്നർത്ഥത്തിൽ അന്യതമം എന്ന് പറയുന്നത്. ഇവിടെ 5ആണ്. ഈ 5-1 എന്നർത്ഥത്തിൽ അന്യതമം. അന്യതമേന അപി അവയവേന ഹീനം. 5 അവയവങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഹീനമായത്, കുറവായിട്ടുള്ളത്, ഒന്നില്ലാത്തത്. അതാണ് ന്യൂനം എന്ന നിഗ്രഹസ്ഥാനം. അതിന്റെ വിപരീതമായിട്ടുള്ളതാണ് അധികം. അധികത്തിന്റെ ലക്ഷണം ഹേതു ഉദാഹരണ അധികം. അധികം ഹേതു ഉദാഹരണ അധികം. ഹേതുവോ ഉദാഹരണമോ അല്ലെങ്കിൽ രണ്ടുമോ അധികമായിട്ട് വരിക. ഒരു വാദം കാണിക്കാൻ, സമർത്ഥിക്കാൻ ഒരു ഹേതുവേ പറയണ്ടു, അതിന് ഒരു ഉദാഹരണമേ പറയണ്ടു. ഒരു ഹേതുവും ഒരു ഉദാഹരണവും മതിയാകുന്നിടത്ത് ഒന്നിൽ കൂടുതൽ ഹേതു പറയുക, ഒന്നിൽ കൂടുതൽ ഉദാഹരണങ്ങൾ പറയുക. ഇങ്ങനെ ഹേതു ഉദാഹരണം അധികം. ഹേതു ഉദാഹരണമോ അധികം ആയത്, വേണ്ടതിലേറെ ആയത്, അത് അധികം എന്ന നിഗ്രഹസ്ഥാനം. ഇനി പുനരുക്തം. പുനഃ ഉക്തം, പുനരുക്തം. വീണ്ടും പറയാ, പറഞ്ഞത് പിന്നെയും പറയുന്നതിനെയാണ് പുനരുക്തം എന്ന് പറയുന്നത്. പുനരുക്തത്തിന്റെ ലക്ഷണം ശബ്ദാർത്ഥയോ പുനർവചനം. പുനരുക്തം അന്യത്ര അനുവാദാത്. അനുവാദാത് അന്യത്ര, അനുവാദത്തിൽ നിന്ന് വേറെ ആയടുത്ത് എന്ന് പറഞ്ഞാൽ, അനുവാദത്തിൽ പുനരുക്തം ആകാം. ആകാം എന്നല്ല, പുനരുക്തം തന്നെയാണ് വാസ്തവത്തിൽ അനുവാദം. അതാണല്ലോ അനുവാദ. പറഞ്ഞതിന് പിന്നെയും പറയുന്നു എന്നുള്ള അനുവാദത്തിന്റെ അതിനർത്ഥം. അപ്പൊ അനുവാദത്തിൽ എപ്പോഴും പറഞ്ഞതാണ് പറയുന്നത്. പക്ഷെ അത് പുനരുക്തം എന്ന ദോഷമല്ല. അവിടെ അങ്ങനെ പറയേണ്ടത് ആവശ്യമായതുകൊണ്ട് പറയുന്നതാണ്. അപ്പൊ അനുവാദത്തിൽ
പറഞ്ഞതിനെ ആവർത്തിച്ച് പറയേണ്ടത് ആവശ്യമായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ അല്ലാത്തടത്ത് അനുവാദാത് അന്യത്ര ശബ്ദാർത്ഥയോ പുനർവചനം, ശബ്ദത്തിന്റെയും അർത്ഥത്തിന്റെയും പുനർവചനം. രണ്ട് വിധത്തിലാണ് പുനർവചനം. ഒന്ന്, ശബ്ദം ആവർത്തിച്ച് പറയാം, ഒരിക്കൽ പറഞ്ഞ വാക്ക് പിന്നെയും പറയാം. അപ്പൊ ശബ്ദ പുനരുക്തം എന്ന് പറയുന്നതിന്. ഇനി ഒരിക്കൽ പറഞ്ഞ അർത്ഥം പിന്നെയും പറയാം, വാക്ക് മാറ്റും, പക്ഷെ അർത്ഥം തന്നെയാണ്. ഒരു വാക്ക് കൊണ്ട് പറഞ്ഞ അർത്ഥത്തെ തന്നെ പിന്നെ വേറൊരു വാക്ക് കൊണ്ട് പറയും. അങ്ങനെ പറയുമ്പോൾ അത് അർത്ഥപുനരുക്തം. ശബ്ദപുനരുക്തവും അർത്ഥപുനരുക്തവും ദോഷമാണ്. അനുവാദത്തിൽ മാത്രമേ പറഞ്ഞത് പിന്നെയും പറയാൻ പാടുള്ളൂ. അവിടെ അതിന് പ്രസക്തി ഉള്ളത് കൊണ്ടാണ്. അത് അർത്ഥത്തെ ഉറപ്പിക്കാൻ വേണ്ടിയാണ്. അബാധിതത്വം മുതലായ അർത്ഥങ്ങൾ സിദ്ധിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ആവർത്തിച്ച് പറയുന്നത്. അങ്ങനെ അല്ലാത്തടത്ത് പറയാൻ പാടില്ല എന്നർത്ഥം. അപ്പൊ അനുവാദാത് അന്യത്ര, അനുവാദത്തിൽ നിന്ന് വേറെയായ സന്ദർഭങ്ങളിൽ ശബ്ദാർത്ഥയോഹോ, ശബ്ദത്തിന്റെയും അർത്ഥത്തിന്റെയും പുനർവചനം ആവർത്തിച്ച് പറയ പുനരുക്തം, പുനരുക്തം എന്ന നിഗ്രഹസ്ഥാനം ആകുന്നു. അപ്പൊ അനുവാദത്തിൽ പുനരുക്തം ദോഷമല്ല എന്ന് പറഞ്ഞു. കാരണം അനുവാദം പറഞ്ഞതിനെ അർത്ഥവിശേഷം ജനിപ്പിക്കാൻ വേണ്ടി ആവർത്തിക്കുന്നതാണ്. അർത്ഥവിശേഷം ജനിപ്പിക്കാൻ വേണ്ടിയാണ് ആവർത്തനം. അനുവാദത്തിൽ ആവർത്തിക്കുന്നത് കൊണ്ട് അർത്ഥവിശേഷം ജനിക്കുന്നു. മുമ്പ് ഏതർത്ഥത്തിലാണോ പറഞ്ഞത് അതേ അർത്ഥമല്ല ഇവിടെ പറയുമ്പോൾ കിട്ടുന്ന അനുവാദത്തില്. അനുവാദം വേറൊരർത്ഥത്തെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ടാണ് അത് ദോഷമല്ല എന്ന് പറഞ്ഞത്. അപ്പൊ അർത്ഥവിശേഷം ജനിപ്പിക്കുമാറ് ആവർത്തിക്കുന്നതാണ് അനുവാദം. ഉദാഹരണത്തിന് നിഗമനത്തിൽ ഹേതു ചേർത്ത് പ്രതിജ്ഞ ആവർത്തിക്കുന്നു. പ്രതിജ്ഞ ആദ്യം പറഞ്ഞു, അത് കഴിഞ്ഞ് ഹേതു പറഞ്ഞു. പ്രതിജ്ഞയും ഹേതുവും പറഞ്ഞു കഴിഞ്ഞ് നിഗമനം പറയുമ്പോൾ അവിടെ പിന്നെയും ഈ ഹേതുവും കൂടി ചേർത്തിട്ട് പ്രതിജ്ഞയെ ആവർത്തിക്കും. എന്തിനാണ് അങ്ങനെ ആവർത്തിക്കുന്നത്? അങ്ങനെ ആവർത്തിക്കുന്നത് അബാധിതത്വം ബോധിപ്പിക്കാനാണ്. ഈ അർത്ഥത്തിന് ഒരിടത്തു നിന്നും ബാധയില്ല, തികച്ചും സാധുവായിട്ടുള്ള അർത്ഥമാണ്, ഇതിങ്ങനെ തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ ഹേതു ചേർത്ത് പ്രതിജ്ഞയെ ആവർത്തിച്ചത്. അതാണ് അബാധിതത്വം. ബാധ ഇല്ല എന്ന് കാണിക്കാൻ, ഈ അർത്ഥത്തിന് ബാധയില്ല എന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ആവർത്തിച്ചു. ഇതാണ് അനുവാദം. അനുവാദത്തിൽ പുനരുക്തം ദോഷമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അല്ലാതെ പറയുന്നത് അത് നിഗ്രഹസ്ഥാനമാവും. അപ്പോ നിത്യശബ്ദ, ശബ്ദം നിത്യമാണ്. നിത്യശബ്ദ എന്ന് ഒരു തവണ പറഞ്ഞാൽ ശബ്ദം നിത്യമാണ് എന്നുള്ള അർത്ഥം കിട്ടിക്കഴിഞ്ഞു. ഇനി ഒരു തവണയും കൂടി നിത്യശബ്ദ എന്ന് പറഞ്ഞാൽ പുതിയ അർത്ഥമൊന്നും ഉണ്ടാകാനില്ല. പുതിയ അർത്ഥം ഉണ്ടാക്കാതെ പറയുമ്പോഴാണ് പുനരുക്തം എന്ന ദോഷമാവണം. അപ്പൊ നിത്യശബ്ദ എന്ന് ഒരു തവണ പറഞ്ഞാൽ മതിയാകുന്നിടത്ത് നിത്യശബ്ദ നിത്യശബ്ദ എന്ന് 2 തവണ പറഞ്ഞാൽ അത് പുനരുക്തം എന്ന ദോഷമാണ്. അവിടെ ശബ്ദ പുനരുക്തം. ഈ നിത്യ എന്നും ശബ്ദ എന്നുള്ള 2 പദങ്ങൾ ആദ്യം പറഞ്ഞതാണ്, അത് തന്നെ പിന്നെയും പറഞ്ഞു. അങ്ങനെ അവിടെ പുനരുക്തം എന്ന ദോഷം വന്നു, അത് നിഗ്രഹസ്ഥാനമായി. ഇനി ശബ്ദം ആവർത്തിക്കാതെ അർത്ഥം ആവർത്തിക്കാം. അനിത്യ ശബ്ദ, ശബ്ദം അനിത്യമാണ് എന്ന് പറഞ്ഞു.
അനിത്യ ശബ്ദ നിരോധധർമ്മകോ ധ്വനി. നിരോധധർമ്മകോ ധ്വനി. നിരോധധർമ്മകം നാശം എന്ന ധർമ്മത്തോട് കൂടിയത്. എന്ത്? ധ്വനി. ധ്വനി എന്ന് പറഞ്ഞ ശബ്ദത്തിൽ തന്നെയാണ്, സൗണ്ട്. അതിനെയാണ് ധ്വനി എന്ന് പറയാം. ഇവിടെ വാക്ക് രണ്ടും മാറ്റി. അനിത്യ ശബ്ദ എന്ന് പറയുന്നത് അനിത്യം എന്ന വാക്ക് മാറ്റി, ശബ്ദം എന്ന വാക്ക് മാറ്റി. രണ്ടു വാക്കും പുതിയതാണ്, പക്ഷെ അർത്ഥം പുതിയതല്ല. അനിത്യ ശബ്ദ എന്ന അർത്ഥം തന്നെയാണ് നിരോധധർമ്മകോ ധ്വനി എന്ന് പറഞ്ഞാലും കിട്ടുന്നത്. ഇവിടെ ശബ്ദം ആവർത്തിക്കാതെ അർത്ഥം ആവർത്തിച്ചു. ഇതാണ് അർത്ഥപുനരാവൃത്തി. ശബ്ദപുനരാവൃത്തിയും അർത്ഥപുനരാവൃത്തിയും അനുവാദത്തിൽ അല്ല എങ്കിൽ അത് നിഗ്രഹസ്ഥാനമാണ്. അങ്ങനെ പറയുന്നത് കൊണ്ട് വാദി പരാജയപ്പെടുന്നു. നിഗ്രഹസ്ഥാനം എന്ന് പറയുന്നത് പരാജയസ്ഥാനമാണ് എന്ന് പറയും. ഇതെല്ലാം വാദത്തിലെ ഗുരുതരമായ ദോഷങ്ങളാണ്. ഇങ്ങനെ ഒരു നിഗ്രഹസ്ഥാനം. ഇനി ഈ പുനരുക്തം വേറെ വിധത്തിലും വരാം എന്ന് കാണിക്കാം. അത് വാക്കിന്റെയോ അർത്ഥത്തിന്റെയോ ആവർത്തനം ആയിട്ടല്ല. ഇത് രണ്ടുമല്ലാതെ മൂന്നാമതൊരു വിധത്തിലും ഈ പുനരുക്തം സംഭവിക്കാം എന്ന് പറയാം. അതെങ്ങനെയാണ്? സൂത്രം കൊണ്ട് പറയുന്നു, അർത്ഥാദാപന്നസ്യ സശബ്ദേന പുനർവചനം. അർത്ഥാദ ആപന്നസ്യ സശബ്ദേന പുനർവചനം. അർത്ഥാത് അർത്ഥത്തിൽ നിന്ന്, ആപന്നസ്യ ആപന്നമായതിനെ വന്നു ചേർന്നതിനെ അർത്ഥാപത്തി എന്ന് അതിനെ പറയുന്നു. അർത്ഥം കൊണ്ട് വന്നു ചേരുന്നത് അർത്ഥാപത്തി. അർത്ഥം കൊണ്ട് ആപന്നമായതാണ് അർത്ഥാപത്തി. നമുക്ക് പരിചയമുള്ള പദമാണ്. അർത്ഥാത് ആപന്നസ്യ അർത്ഥം കൊണ്ട് വന്നു ചേർന്നതിൻ്റെ സ്വശബ്ദേന പുനർവചനം, അതിനെ സ്വന്തം ശബ്ദം കൊണ്ട് പിന്നെയും പറയുക. മുമ്പേ പറഞ്ഞ അർത്ഥത്തിൽ നിന്ന് ഈ അർത്ഥം കിട്ടിക്കഴിഞ്ഞു. ഒരർത്ഥം കൊണ്ട് വേറൊരർത്ഥം കിട്ടിയാൽ ആ കിട്ടിയ അർത്ഥം പിന്നെ വാച പറയേണ്ട ആവശ്യമില്ലല്ലോ. അർത്ഥം കിട്ടിക്കഴിഞ്ഞു. ഇനി ഒന്നും കൂടി വാച പറഞ്ഞാൽ എന്താണ് പ്രയോജനം? ഒരു പ്രയോജനവും ഇല്ല, വെറുതെ ബോറടിക്കാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ അർത്ഥം കൊണ്ട് വന്നു ചേർന്നതിനെ പിന്നെയും വാക്കുകൊണ്ട് പറയുക. ഇത് പുനർവചനത്തിന്റെ വേറെ ഒരു രൂപം. ഇങ്ങനെ അർത്ഥാപത്തി കൊണ്ട് പറഞ്ഞത് പിന്നെയും പറഞ്ഞാലും പുനരുക്തമാണ്. ഇത് നിഗ്രഹസ്ഥാനം ആണ്. അത് നാലാമത്തെ നിഗ്രഹസ്ഥാനം. അനനുഭാഷണം. അനുഭാഷണം. അന എന്നത് ഇല്ലായ്മയെ കാണിക്കുന്നു. മഞ്ഞ് പ്രത്യയമാണ് അന. അത് അനുഭാഷണത്തോട് ചേർത്തു. അനനുഭാഷണം, അനുഭാഷണം ചെയ്യായിക എന്നർത്ഥം. എന്താണ് ഇത്? ഇതിന്റെ ലക്ഷണം പറയുന്നു. വിജ്ഞാതസ്യ പരിഷദ സ്ഥിരഭീതസ്യ അപി അപ്രത്യുച്ചാരണം അനനുഭാഷണം. വിജ്ഞാതസ്യ, വിജ്ഞാതത്തിന്റെ, ജ്ഞാതം വിശേഷേണ ജ്ഞാതം, വിശേഷമായിട്ട് അറിയപ്പെട്ടത്. എങ്ങനെയാണ് വിശേഷേണ അറിയപ്പെട്ടത്? ഒരാള് ഒരു വാദം ഉന്നയിച്ചു. പ്രതിവാദി
അതിനെതിരായിട്ടൊരു വാദം ഉന്നയിക്കും. ഈ പ്രതിവാദി പറഞ്ഞത് ഞാൻ പിന്നെ എന്ത് വേണം? വാദി അതിന് മറുപടി പറയണം. പ്രതിവാദി പറഞ്ഞതിനെയാണ് ഇവിടെ വിജ്ഞാതം എന്ന് പരാമർശിച്ചു. വിജ്ഞാതസ്യ എന്നതിന് പ്രതിവാദി പറഞ്ഞതിന്റെ അർത്ഥം. അതിന് പരിഷദ സ്ത്രീ അഭിഹിതസ്യ അഭി, പരിഷത്തിനാൽ 3 തവണ പറയപ്പെട്ടതിന് പോലും പ്രതിവാദി വാദത്തെ ഖണ്ഡിക്കുന്നു. ഖണ്ഡിച്ചാൽ വാദി അതിനുത്തരം പറയണം. വാദി ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ സഭാവാസികൾ പറയുന്നു പറയൂ, അപ്പോഴും പറയുന്നില്ല. രണ്ടാമതും പറഞ്ഞു പറയൂ, അപ്പോഴും പറയുന്നില്ല. അപ്പോഴാണ് മൂന്നാമത് പറയേണ്ടി വരിക, പറയൂ. ഇങ്ങനെ 3 തവണ പറയൂ 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 എന്ന് പറഞ്ഞാലും വാദി ഉത്തരം പറയാതെ ഇരിക്കുക. ഇതാണ് അനനുഭാഷണത്തിന്റെ ലക്ഷണം. ആണ് വിജ്ഞാതസ്യ പരിഷദ, പരിഷത്തിനാൽ സഭാവാസികളാൽ, സ്ത്രീ അഭിഹിതസ്യ അഭി, പരിഷദ സ്ത്രീ അഭിഹിതസ്യ അഭി വിജ്ഞാതസ്യ, പരിഷത്തിനാൽ 3 തവണ ആവർത്തിച്ച് പറയപ്പെട്ട പ്രതിവാദത്തിന് പോലും പ്രത്യുച്ചാരണം, മറുപടി പറയാതെ ഇരിക്കുക. ഇതാണ് അനനുഭാഷണം എന്ന നിഗ്രഹസ്ഥാനം. അജ്ഞാനം എന്ന നിഗ്രഹസ്ഥാനം. അജ്ഞാനം, അവിജ്ഞാതം ച അജ്ഞാനം എന്നതിൻ്റെ ലക്ഷണം. അവിജ്ഞാതം ച അജ്ഞാനം, അവിജ്ഞാതം, അവിജ്ഞാതം വിജ്ഞാനം ചെയ്യപ്പെടാത്തത്, വിശേഷേണ അറിയപ്പെടാത്തത്. ഇവിടെ പ്രതിവാദിയും സഭാവാസികളും ആവർത്തിച്ച് പറഞ്ഞാലും എന്താണ് ഈ പറഞ്ഞത് എന്ന് വാദിക്ക് മനസ്സിലാവാതിരിക്കുക. അങ്ങനെ മനസ്സിലാകാതെ വരുന്നതാണ് അജ്ഞാനം എന്ന നിഗ്രഹസ്ഥാനം. വാദി പറഞ്ഞു, വാദി പറഞ്ഞപ്പോൾ മനസ്സിലായില്ല, അല്ലെങ്കിൽ പ്രതിവാദി പറഞ്ഞപ്പോൾ വാദിക്ക് മനസ്സിലായില്ല, എൻ്റെ ഒരാളാണ്. ഇങ്ങനെ പറഞ്ഞത് മനസ്സിലാവുന്നില്ല എന്ന് കാണുമ്പോൾ പിന്നെ സഭാവാസികൾ അത് ആവർത്തിച്ച് പറയും. അപ്പൊ മനസ്സിലായി, പിന്നെ ആവർത്തിക്കും, പിന്നെ മനസ്സിലായി, പിന്നെ ഒന്നും കൂടി ആവർത്തിക്കും. ഇങ്ങനെ സദസ്സ് 3 തവണ ആവർത്തിച്ച് പറഞ്ഞു. പ്രതിവാദി ആദ്യം പറഞ്ഞു, പിന്നെ സദസ്സ് 3 തവണ അത് ആവർത്തിച്ച് പറഞ്ഞു. ഇങ്ങനെ 4 തവണ കേട്ടാലും ഇതെന്താണ് ഈ പറഞ്ഞത് എന്ന് വാദിക്ക് മനസ്സിലാകാതെ വരുന്നതിനെയാണ് അജ്ഞാനം എന്ന നിഗ്രഹസ്ഥാനമായിട്ട് പറയുന്നത്. അപ്രതിഭ, അപ്രതിഭ, ഉത്തരസ്യ അപ്രതിപത്തി, അപ്രതിഭ, ഉത്തരസ്യ അപ്രതിപത്തി, ഉത്തരത്തിന്റെ പ്രതിപത്തി, ജ്ഞാനം, ഇല്ലായ്ക. എതിർവാദത്തിന് മറുപടി പറയാൻ അറിഞ്ഞുകൂടാതെ ഇരിക്കുക. ഇതാണ് അപ്രതിഭ എന്ന നിഗ്രഹസ്ഥാനം. എണ്ണ തോന്നുന്നില്ല, ആണ് പ്രതിഭാനം തോന്നുക. പറയേണ്ടത് അപ്പപ്പോ തോന്നണമല്ലോ. അങ്ങനെ തോന്നാതെ ഇരിക്കുക. എതിർവാദിയുടെ വാദത്തിന് മറുപടി തോന്നാതെ ഇരിക്കുക എന്നതാണ് അപ്രതിഭ എന്ന നിഗ്രഹസ്ഥാനം. വിക്ഷേപ എന്ന അടുത്ത നിഗ്രഹസ്ഥാനം. വിക്ഷേപ കാര്യവ്യാസംഗാത് കഥാവിച്ഛേദ വിക്ഷേപ എന്ന നിർവചനം. കാര്യവ്യാസംഗാത് കഥാവിച്ഛേദോ വിക്ഷേപ. കാര്യവ്യാസംഗാത്
വേറെ കാര്യത്തിലുള്ള ആസംഗം കൊണ്ട് വേറെ ഒരു കാര്യം ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു വാദം നിർത്തുക. ഇതാണ് അപ്പൊ കാര്യത്തിന്റെ വ്യാസംഗം ഹേതുവായിട്ട് വാദം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് വേറൊരു കാര്യം ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് ആ വാദം ഉടനെ അവസാനിപ്പിക്കുക. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കൃത്യം വിട്ട് മറ്റൊന്നിൽ പ്രവർത്തിക്കേണ്ടി വരിക. അതാണ് വ്യാസംഗം. അതുകൊണ്ട് കഥാവിച്ഛേദ, കഥയുടെ വിച്ഛേദം, കഥ എന്ന് പറഞ്ഞാൽ വാദം, വാദകഥ, അതിൻ്റെ വിച്ഛേദം, അതിനെ വിച്ഛേദിക്കുക, അതിനെ അവിടെ ഉപേക്ഷിക്കുക, അവിടെ വിടുക, ആ വാദത്തിൽ നിന്ന് പിന്മാറുക, അങ്ങനെ വാദം നിർത്തുക എന്നർത്ഥം. ഇത് വിക്ഷേപം എന്ന നിഗ്രഹസ്ഥാനം. മതാനുജ്ഞ, സ്വപക്ഷേ ദോഷാഭ്യുപഗമാത് പരപക്ഷേ ദോഷപ്രസംഗോ മതാനുജ്ഞ. അതിൻ്റെ ലക്ഷണം. സ്വപക്ഷേ ദോഷാഭ്യുപഗമാത്, സ്വപക്ഷം തൻ്റെ പക്ഷം, വാദി താൻ ഉന്നയിച്ച പക്ഷത്തില് എന്ത് ചെയ്യുന്നു? ദോഷ അഭ്യുപഗമാത്, ദോഷത്തെ അംഗീകരിക്കുന്നു. വാദി ഉന്നയിച്ച വാദത്തിൽ ഇന്ന ദോഷമുണ്ട് എന്ന് പ്രതിവാദി പറയുന്നു. വാദി ആ ദോഷം ഇല്ല എന്ന് കാണിക്കാൻ നിൽക്കാതെ, ഈ ദോഷാരോപത്തെ നിരാകരിക്കാതെ, ഇതിൽ നിർദോഷമാണ് എൻ്റെ വാദം എന്ന് കാണിക്കാതെ ആ ദോഷത്തെ അംഗീകരിക്കുന്നു. താൻ പറഞ്ഞതിൽ പ്രതിവാദി ചൂണ്ടിക്കാണിച്ച ദോഷമുണ്ട് എന്ന് സമ്മതിച്ചുകൊണ്ട്. പക്ഷേ ദോഷ അഭ്യുപഗമാത് പരപക്ഷേ ദോഷപ്രസംഗ, പരപക്ഷം എതിർപക്ഷം, പ്രതിവാദിയുടെ പക്ഷം. വാദി തൻ്റെ പക്ഷത്തിൽ കാണിച്ച ദോഷം നീക്കാതെ ആ ദോഷത്തെ അതവിടെ ഉണ്ട് എന്ന് സമ്മതിച്ചു കൊടുത്തിട്ട് പ്രതിവാദിയുടെ വാദത്തിലും ദോഷമുണ്ട് എന്ന് പറയുക. എൻ്റെ വാദത്തിൽ ദോഷമുണ്ട്, പക്ഷെ തൻ്റെ വാദത്തിലുണ്ട് ദോഷം. ഇങ്ങനെ നടത്തുന്ന വാദം, ഇങ്ങനെ സ്വപക്ഷത്തിൽ ദോഷം സമ്മതിച്ചു കൊടുത്തിട്ട് എതിർപക്ഷത്തിലും ദോഷമുണ്ട് എന്ന് പറയുമ്പോൾ അയാൾ എതിർപക്ഷിയുടെ വാദത്തെ അംഗീകരിച്ചല്ലോ. തൻ്റെ വാദത്തിൽ ഇന്ന ദോഷമുണ്ട് എന്ന പ്രതിവാദിയുടെ അഭിപ്രായം, മതം അയാൾ അംഗീകരിച്ചു. അതാണ് മതാനുജ്ഞ. തൻ്റെ വാദത്തിൽ ദോഷമുണ്ട് എന്ന പ്രതിപക്ഷിയുടെ മതത്തെ താൻ അംഗീകരിച്ചു, വാദി അംഗീകരിച്ചു. അങ്ങനെ അംഗീകരിക്കുന്നത് കൊണ്ടാണ് ഇതിന് മതാനുജ്ഞ എന്ന് പേരായത്. മതത്തെ അനുജ്ഞാനം ചെയ്യൽ, അംഗീകരിക്കൽ. പിതൃവാദി തൻ്റെ പക്ഷത്തിൽ കാണിക്കുന്ന ദോഷം നീക്കാൻ ശ്രമിക്കാതെ അത് സമ്മതിച്ചുകൊണ്ട് എതിർപക്ഷത്തിലും ഇതുപോലെ ദോഷമുണ്ട് എന്ന് കാണിക്കുന്നതാണ് പിതൃവാദിയുടെ അഭിപ്രായം സമ്മതിച്ചു കൊടുക്കുന്നത് കൊണ്ട് ഈ നിഗ്രഹസ്ഥാനത്തിന് മതാനുജ്ഞ എന്ന് പേരായി. പര്യനിയോജ്യ ഉപേക്ഷണം, പര്യനിയോജ്യ ഉപേക്ഷണം. പര്യനുയോജ്യൻ, പരിതഃ അനുയോജ്യൻ, പരിതന്റെ ചുറ്റും നടത്താണ്. അനുയോജ്യൻ ചോദ്യങ്ങൾ ചോദിക്കുക, എതിർക്കുക. അങ്ങനെ ഒരു ദൂരെ എതിർത്ത് ചുറ്റിലും എതിർത്തിട്ട് തോൽപ്പിക്കേണ്ടതാണ് നിഗ്രഹസ്ഥാനത്ത് വീണുപോയവനെ. വാദം നടക്കുമ്പോൾ ഒരാൾക്ക് നിഗ്രഹസ്ഥാനം പറ്റിയാൽ അത് ഉപയോഗപ്പെടുത്തിയ ആള് ചോദ്യം വർഷം ചൊരിഞ്ഞ് തരം മുട്ടിച്ച് പരാജയപ്പെടുത്തിയ ആളെ കൊണ്ട് പരാജയം സമ്മതിപ്പിക്കണം. അയാളെ സമ്മതിച്ചില്ലെങ്കിൽ സദസ്സ് പറയും അയാൾ പരാജയപ്പെട്ടു എന്ന്. അങ്ങനെ പരാജയപ്പെടുത്തേണ്ട അടുത്ത് അത് ചെയ്യാണ്ടിരിക്കുക. അതാണ് പര്യനിയോജ്യ ഉപേക്ഷണം. പര്യനിയോജ്യനെ
ഉപേക്ഷിക്കുക. ഇങ്ങനെ എതിർത്ത് തോൽപ്പിക്കേണ്ട എതിർവാദിയെ വെറുതെ വിടുക. അയാൾ അങ്ങനെ ചോദ്യം ചോദിച്ച് തോൽപ്പിക്കാതെ ഇരിക്കുക എന്നതാണ് പര്യനിയോജ്യോപേക്ഷ. നിഗ്രഹസ്ഥാനപ്രാപ്തസ്യ അനിഗ്രഹ പര്യനിയോജ്യോപേക്ഷണം. നിഗ്രഹസ്ഥാനം പ്രാപിച്ചവന്റെ നിഗ്രഹിക്കുക. പരാജയപ്പെട്ടു എന്ന് സമ്മതിപ്പിക്കുക. ജ്ഞാനനിഗ്രഹം അത് ചെയ്യാതിരിക്കുക എന്നത് പര്യനിയോജ്യോപേക്ഷണം. പരാജയസ്ഥാനത്ത് പെട്ടവന്റെ നിഗ്രഹം ചെയ്യായിക, നിഗ്രഹസ്ഥാനം പ്രാപിച്ചു എന്ന് കാണിച്ച് തോൽപ്പിക്കുക. ഇതാണ് പര്യനിയോജ്യോപേക്ഷണം. പരിതഃ അനുയോഗ പര്യനിയോഗ. അനുയോഗം പ്രശ്നമാണ്. അവിടെ എതിർ ചോദ്യങ്ങളാണ്. അത് നിഗ്രഹസ്ഥാനത്ത് പെട്ടവനോട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് നിഗ്രഹസ്ഥാനത്ത് പെട്ടു, പറഞ്ഞ അബദ്ധമാണെന്ന് അയാളെ കൊണ്ട് സമ്മതിപ്പിക്കണം. ഇതാണ് പര്യനിയോഗം. അത് ചെയ്യായ, അങ്ങനെ ഉത്തരം മുട്ടിക്കുക എന്നത് ചെയ്യായകയാണ് പര്യനിയോജ്യോപേക്ഷണം. ഇതിന്റെ വിപരീതമായതാണ് അടുത്ത നിഗ്രഹസ്ഥാനം. നിരനിയോജ്യ അനുയോഗ. നിരനുയോജ്യ ന അനുയോജ്യ ഇത് നിരനുയോജ്യ. അനുയോജ്യനല്ലാത്തവൻ, എതിർക്കപ്പെടേണ്ടവനല്ലാത്തവൻ. അയാൾ നിഗ്രഹസ്ഥാനത്ത് പെട്ടിട്ടില്ല. നിഗ്രഹസ്ഥാനത്ത് പെട്ടിട്ടില്ലാത്ത ആള് നിഗ്രഹസ്ഥാനത്ത് പെട്ടു എന്ന് തെറ്റിദ്ധരിച്ചിട്ട് അയാളെ എതിർക്കുക. ഇതാണ് നിരനിയോജ്യ അനുയോഗ എന്നത്. അതിൻ്റെ ലക്ഷണം അനിഗ്രഹസ്ഥാനെ നിഗ്രഹസ്ഥാന അഭിയോഗോ നിരനിയോജ്യ അനുയോഗ. അനിഗ്രഹസ്ഥാനെ അനിഗ്രഹസ്ഥാനം ന നിഗ്രഹസ്ഥാനം ഇത് അനിഗ്രഹസ്ഥാനം, നിഗ്രഹസ്ഥാനം അല്ലാത്തവൻ. അങ്ങനെ നിഗ്രഹസ്ഥാനം അല്ലാത്തടത്ത് നിഗ്രഹസ്ഥാന അഭിയോഗ, നിഗ്രഹസ്ഥാനമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അയാളെ അഭിയോഗം ചെയ്യുക, അയാളെ ചോദ്യം ചെയ്യുക. അങ്ങനെ നിഗ്രഹസ്ഥാനത്തിന്റെ ലക്ഷണം ശരിയായി മനസ്സിലാക്കാതെ നിഗ്രഹസ്ഥാനം അല്ലാത്തതിനെ നിഗ്രഹസ്ഥാനമെന്ന് തെറ്റിദ്ധരിച്ച് എതിർക്കുന്നത് ആണ് നിരനിയോജ്യ അനുയോഗ. അപ്പൊ എന്ത് സംഭവിക്കുന്നു? അങ്ങനെ പ്രതിവാദിയെ എതിർക്കുന്ന വാദി പരാജയപ്പെടുന്നു. വാദി നിഗ്രഹീതനാവോടെ, കാരണം അയാൾക്ക് തെറ്റുപറ്റി. നിഗ്രഹസ്ഥാനമല്ലാത്തത് നിഗ്രഹസ്ഥാനമാണെന്ന് തെറ്റിദ്ധരിച്ച് എതിർത്തത് കൊണ്ട് അവിടെ വാദി പരാജയപ്പെടും. 21 അപസിദ്ധാന്ത. അപസിദ്ധാന്ത സിദ്ധാന്തം അപ്യവിദിത്യ അനിയമാത് കഥാപ്രസംഗോ അപസിദ്ധാന്ത. സിദ്ധാന്തം അഭ്യുപേത്യ, സിദ്ധാന്തത്തെ സ്വീകരിച്ചിട്ട്, അഭ്യുപഗമം ചെയ്യുക, സ്വീകരിക്കുക. സിദ്ധാന്തം സ്വീകരിച്ചിട്ട് അനിയമാ, നിയമാനുസരണം അല്ലാതെ, സ്വീകരിച്ച സിദ്ധാന്തത്തിന്റെ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട്, അതിന് വിപരീതമായിട്ട്, സ്വീകരിച്ച സിദ്ധാന്തത്തിന് വിപരീതമായിട്ട്. കഥാപ്രസംഗ, വാദം പറയുക. അത് ഖണ്ഡിക്കാനാവാം, സാധിക്കാനാവാം, എന്തിനായാലും. അങ്ങനെ ചെയ്യുന്ന വാദമാണ് അപസിദ്ധാന്ത, അപസിദ്ധാന്തം എന്ന നിഗ്രഹസ്ഥാനം. ഉദാഹരണം ഉള്ളത്
ഇല്ലാതാവില്ല, ഇല്ലാത്തത് ഉണ്ടാവുകയും ഇല്ല എന്നൊരു സിദ്ധാന്തം. ഇത് സാഖ്യന്മാരുടെ സിദ്ധാന്തമാണ്. സാഖ്യന്മാർ ഇല്ലാത്തത് ഉണ്ടാകും എന്ന് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഒരു കാരണത്തിൽ നിന്ന് കാര്യം ഉണ്ടാവുക. അപ്പോൾ സാധാരണ എല്ലാവരും അനുഭവിക്കുന്നതാണ് കാരണത്തിൽ നിന്ന് കാര്യം ഉണ്ടാകുന്നു. വിത്തിൽ നിന്ന് മുള ഉണ്ടാകുന്നു, മണ്ണിൽ നിന്ന് കുടം ഉണ്ടാകുന്നു. ഇവിടെയൊക്കെ നമ്മൾ കാര്യത്തിന്റെ ഉൽപ്പത്തി പറയും. ഇന്ന കാരണത്തിൽ നിന്ന് ഇന്ന കാര്യം ഉൽപ്പന്നമായി. ഉൽപ്പന്നമായി എന്ന് പറഞ്ഞാൽ ഇല്ലാതിരുന്നിട്ട് ഉണ്ടായി എന്നുള്ള അർത്ഥം. അഭൂത്വാ ഭവനം, ഇല്ലാതിരുന്നിട്ട് ഉണ്ടാകൽ. ഇതാണ് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള സിദ്ധാന്തം. എന്നാൽ സാഖ്യന്മാർ ഇത് അംഗീകരിക്കുന്നില്ല. സാഖ്യന്മാർ പറയുന്നു കാരണത്തിൽ നിന്ന് കാര്യം ഉണ്ടാകുന്നില്ല. കാരണത്തിൽ കാര്യം മുമ്പേ തന്നെ ഉണ്ട്. കാര്യം ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല. ഇല്ലാത്തതാണെങ്കിൽ അത് ഉണ്ടാവുകയേ ഇല്ല. അപ്പൊ ഇല്ലാത്ത മുള ഉണ്ടാവില്ല, ഇല്ലാത്ത കുടം ഉണ്ടാവില്ല. വിത്തിലെ മുള നേരത്തെ തന്നെ ഉണ്ട്, മണ്ണിലെ കുടവും നേരത്തെ തന്നെ ഉണ്ട്. ഇതാണ് സാഖ്യന്മാരുടെ വാദം. അതുണ്ടാവുകയില്ല, ഉള്ളത് നശിക്കുകയുമില്ല എന്ന വാദം ഇത് സാഖ്യന്മാരുടെ വാദമാണ്. ഈ വാദത്തെ ഒരാള് ഉന്നയിക്കുന്നു. അങ്ങനെ ഉള്ളതില്ലാതാവില്ല, ഇല്ലാത്ത ഉണ്ടാവുകയുമില്ല എന്ന സിദ്ധാന്തം സ്വീകരിച്ചിട്ട് തൻ്റെ പക്ഷം അവതരിപ്പിക്കും. ഒറ്റ പ്രകൃതിയിൽ നിന്നാണ് ജഗത്തുണ്ടായത് സമർത്ഥിക്കുകയാണ്. ഉള്ളതില്ലാതാവില്ല, ഇല്ലാത്ത ഉണ്ടാവുകയും ഇല്ല എന്ന വാദത്തിന്റെ സമർത്ഥനമാണ്. ഒറ്റ പ്രകൃതിയിൽ നിന്നാണ് ജഗത്തുണ്ടായത്. വികാരങ്ങളുടെ, വികാരം എന്ന് പറയുന്നത് പരിണത രൂപങ്ങളെയാണ്. പരിണമിച്ചുണ്ടായത് ആണ് വികാരം. അതിന് വികൃതി എന്നും പറയും. എന്തിൽ നിന്നുണ്ടായോ അത് പ്രകൃതി, എന്തുണ്ടായോ അത് വികൃതി. ഒറ്റ പ്രകൃതിയിൽ നിന്നാണ് ജഗത്തുണ്ടായത്. എന്തുകൊണ്ട്? വികാരങ്ങളുടെ അന്വയം കാണുന്നതുകൊണ്ട്. എല്ലാ വികാരങ്ങളും ഒരു കാരണത്തിലേക്ക് അന്വയിക്കുന്നു. ആ കാരണത്തെയാണ് പ്രകൃതി എന്ന് പറയും. ഒരു പ്രകൃതിയിലേക്ക് എല്ലാ വികൃതികളും അന്വയിക്കുന്നു. എല്ലാ വികൃതികളുടെയും പ്രകൃതി ഒന്നായതുകൊണ്ടാണ് ഇതെല്ലാം ഒരു വികൃതിയിലേക്ക് ഒരു പ്രകൃതിയിലേക്ക് അന്വയിക്കുന്നത്. കുടം, കലം, ചട്ടി, ചരാത് ഇതൊക്കെ മണ്ണാണ്. ഇവയെല്ലാം മണ്ണിലേക്ക് അന്വയിക്കും. ഇങ്ങനെ അന്വയിച്ചു പോകുമ്പോൾ നമ്മൾ സമ്പൂർണ്ണ ജഗത്തിനെയും പരിഗണിച്ചാൽ ഈ സമ്പൂർണ്ണ ജഗത്തും ഒരു പ്രകൃതിയിൽ നിന്നുണ്ടായതാണ്. അതെന്താണ് ആ പ്രകൃതി? ഇത് സാഖ്യന്മാരുടെ പക്ഷത്തിൽ ത്രിഗുണങ്ങളാകുന്ന മൂലപ്രകൃതിയാണ്. സത്വം, രജസ്, തമസ് എന്ന 3 ഗുണങ്ങൾ, ത്രിഗുണങ്ങൾ, സത്വരജസ്തമോ ഗുണങ്ങൾ. ഇതിനെ സാഖ്യന്മാർ മൂലപ്രകൃതി എന്ന് വിളിക്കുന്നു. ഈ മൂലപ്രകൃതിയിൽ നിന്നാണ് ഈ ജഗത്ത് മുഴുവനും ഉണ്ടായത്. അപ്പൊ മൂലപ്രകൃതി എന്ന ഒരു പ്രകൃതിയുടെ വികൃതികളാണ് ജഗത്തിലുള്ള എല്ലാ പദാർത്ഥങ്ങളും. ആത്യന്തികമായിട്ട് ഇവ ഒക്കെയും ത്രിഗുണരൂപമായ മൂലപ്രകൃതിയിലേക്ക് ലയിക്കും. ആ മൂലപ്രകൃതിയിൽ ഇപ്പോൾ തന്നെ എല്ലാം ഉണ്ട്. ജഗത്തിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ
ഈ ത്രിഗുണാത്മികയായ മൂലപ്രകൃതിയിൽ ഉണ്ട്. അതാണ് സത്കാരവാദം, സത്കാര്യവാദം. സത്കാര്യവാദ പ്രകാരം ജഗത്തിന്റെ കാരണമായ ത്രിഗുണത്തിൽ, മൂലപ്രകൃതിയിൽ ജഗത്തിപ്പോ തന്നെ ഉണ്ട്, എല്ലാം അവിടെ തന്നെ ഉണ്ട്. അവിടുന്ന് വെളിപ്പെടുന്നു, അവിടെ ലയിക്കുന്നു. ഉത്പത്തിയില്ല, നാശമില്ല. തൽക്കാലം ആവിർഭവിക്കുന്നു, പിന്നെ തിരോഭവിച്ചപ്പോ എന്ത് സംഭവിച്ചു? തിരോഭവിച്ചപ്പോ കാരണാവസ്ഥയിലേക്ക് തിരിച്ചുപോയി. ഇതാണ് സാങ്ക്യവാദം. അങ്ങനെ എല്ലാം ഒരു പ്രകൃതിയിലേക്ക് അന്വയിക്കുന്നു. മൂലപ്രകൃതി എന്ന ത്രിഗുണാത്മികയായ ഏകവസ്തുവിൽ അന്വയിക്കുന്നു എല്ലാം. അതിന്റെ അവാന്തരങ്ങളാണ് മണ്ണിലേക്ക് കുടങ്കാലം, ചട്ടിച്ചെറ അതൊക്കെ അന്വയിക്കും. ആ മണ്ണ് പിന്നെ അന്വയിക്കും, അത് പിന്നെ അന്വയിക്കും. ഇങ്ങനെ പുറകോട്ടേക്ക് അതിന്റെ കാരണം ഇങ്ങനെ കാര്യകാരണ പരമ്പരയിൽ പുറകോട്ട് പോയി അവസാനം എത്തുന്ന കാരണമാണ് ആത്യന്തിക കാരണം. അതാണ് മൂലപ്രകൃതി. ഇങ്ങനെ കാരണത്തിലേക്ക്, സ്വകാരണത്തിലേക്ക് എല്ലാ കാര്യങ്ങളും അന്വയിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അന്വയം കാണുന്നത് കൊണ്ട് എല്ലാറ്റിൻ്റെയും ഏകപ്രകൃതിത്വം അറിയാം. കുടങ്കലം, ചട്ടി, ചരാത് മുതലായവയുടെ എല്ലാം ഏകപ്രകൃതിത്വം, മണ്ണാണ് ഇതിൻ്റെ എല്ലാം പ്രകൃതി എന്ന് ഇവയെല്ലാം മണ്ണിലേക്ക് തിരിച്ചു ലയിക്കുന്നത് കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ മറ്റുള്ളയിടത്തും മനസ്സിലാക്കാൻ പറ്റുന്നു. ഇതുപോലെ തന്നെ വ്യക്തികൾ സുഖം, ദുഃഖം, അവിവേകം എന്നിവയോടുകൂടി ഇരിക്കുന്നതായിട്ട് കാണുന്നു. എല്ലാ മനുഷ്യർക്കും ചിലപ്പോൾ സുഖം വരും, ചിലപ്പോൾ ദുഃഖം വരും, ചിലപ്പോൾ വിവേകം കാണിക്കും, ചിലപ്പോൾ അവിവേകവും കാണിക്കും. ഇങ്ങനെ സുഖം, ദുഃഖം, അവിവേകം ഇവയെല്ലാം വ്യക്തികളിൽ കാണുന്നു. വ്യക്തികൾ ഇവയോടുകൂടി ഇരിക്കുന്നു. അതുകൊണ്ട് സുഖാദിയോട് ഏകപ്രകൃതിയാണ് ഈ ശരീരം എന്ന് മനസ്സിലാക്കാം എന്നാണ് സാഖ്യന്മാരുടെ വാദം. സുഖാദിയോട് ഏകപ്രകൃതിയാണ്. സുഖത്തിന്റെ പ്രകൃതി, സുഖാദികളുടെ പ്രകൃതി, സുഖം, ദുഃഖം, വിവേകം മുതലായവരുടെ പ്രകൃതിയും ശരീരത്തിന്റെ പ്രകൃതിയും ഒന്നു തന്നെയാണ്. ഒരു പ്രകൃതിയിൽ നിന്നാണ് ശരീരമുണ്ടായത്, സുഖം ഉണ്ടായത്, ദുഃഖം ഉണ്ടായത്, അവിവേകം ഉണ്ടായത്. കാരണം ഇവ മൂന്നും ഒരുമിച്ച് ഇരിക്കുന്നതായിട്ട് കാണുന്നു. ഇങ്ങനെ വ്യക്തികൾ സുഖം, ദുഃഖം, അവിവേകം എന്നിവയോടുകൂടി ഇരിക്കുന്നതായി കാണുകയാൽ സുഖാദിയോട് ഏകപ്രകൃതിയാണ് ശരീരം. ശരീരവും സുഖാദിയും ഒരു കാരണത്തിന്റെ കാര്യങ്ങളാണ് എന്ന് അറിയുന്നു. ഇതാണ് വാദി ഉന്നയിക്കുന്ന അഭിപ്രായം. ഇങ്ങനെ പ്രതിജ്ഞ ചെയ്യുന്ന വാദിയോട് പ്രതിവാദി ചോദിക്കുന്നു, പ്രകൃതിയെയും വികാരത്തെയും എങ്ങനെ ലക്ഷണം ചെയ്യും? വികാരം എന്ന് പറഞ്ഞാൽ വികൃതി. അപ്പൊ പ്രകൃതിയെയും വികൃതിയെയും എങ്ങനെയാണ് ലക്ഷണം ചെയ്യുക? പ്രതിവാദി ചോദിക്കുന്നു, അതിങ്ങനെ മാത്രമല്ലേ കഴിയുള്ളൂ. ഏത് നാശം കൂടാതെ ഇരുന്ന് അതിൻ്റെ ഒരു ധർമ്മം നിവർത്തിക്കുമ്പോൾ, നിവർത്തിക്കാച്ചാൽ ഇല്ലാതെയാവുക, ഒരു ധർമ്മം ഇല്ലാതെയാകുമ്പോൾ വേറെ ധർമ്മം പ്രവർത്തിക്കുന്നുവോ? പ്രവർത്തിക്കാൻ അവിടെ ഉണ്ടാവുക എന്നർത്ഥം. അപ്പോൾ ഒരു ധർമ്മം ഇല്ലാതെയായിട്ട് വേറെ ഒരു ധർമ്മം ഉണ്ടാകുന്നു. അത് ഏതിലാണോ കാണുന്നത് അത് പ്രകൃതി. മണ്ണ്, ഇതാണ് മണ്ണിൽ നിന്ന് കുടം മുതലായതൊക്കെ ഉണ്ടാകുന്നു. കുടമുണ്ടാകുമ്പോൾ എന്താണ് സംഭവിച്ചത്? അവിടെ മൃദ്ധർമ്മം ഇല്ലാണ്ടായി. പിന്നെ അത് വെറും മണ്ണല്ലല്ലോ, അത് കുടമാണ്. അപ്പം മൃദ്ധർമ്മത്തിന്റെ നിവൃത്തി. അതുകൊണ്ട് മൃത്തില്ലാണ്ടാവില്ല, ഒരു ധർമ്മം ഉള്ളൂ. അത് കുടമായിട്ട് പിന്നെ ഉണ്ട്, ആ മണ്ണ് കുടമായിട്ട് പിന്നെ ഉണ്ട്. പക്ഷെ കുടത്തിന് വേറെ ധർമ്മമാണ്. അപ്പൊ ഘടധർമ്മം ഉണ്ടായി. ഇങ്ങനെ മൃത്ത് നിലനിൽക്കെ അതിലൊരു ധർമ്മം ഇല്ലാതെയാവുന്നു, വേറൊരു ധർമ്മം ഉണ്ടാവുന്നു. ഇങ്ങനെ ഇതിലാണോ കാണുന്നത് അത് പ്രകൃതി.
മണ്ണിൽ ഇങ്ങനെ കാണുന്നതുകൊണ്ട് ധർമ്മം അപ്രത്യക്ഷമായി. വേറെ ഒരുപാട് ധർമ്മങ്ങളുണ്ടായി. കടധർമ്മം ഉണ്ടായി, ശരാവധർമ്മം ഉണ്ടായി. ഇങ്ങനെ പല ധർമ്മങ്ങൾ വേറെ ഉണ്ടാകും, അല്ലെങ്കിൽ വേറെ ധർമ്മങ്ങൾ പ്രവർത്തിക്കുന്നു. അങ്ങനെ ഏത് ധർമാന്തരമാണോ പ്രവർത്തിക്കുന്നത്, ഇപ്പൊ കടധർമ്മം പ്രവർത്തിക്കുന്നു മണ്ണിന്റെ ധർമ്മം മാറിയിട്ട്, ആ ഘടത്തെ വികൃതി അല്ലെങ്കിൽ വികാരം എന്ന് വിളിക്കുന്നു. ഏത് ധർമാന്തരമാണോ പ്രവർത്തിക്കുന്നത് അത് വികാരം അല്ലെങ്കിൽ വികൃതി. ഏതിലും ഒരു ധർമ്മം പോയിട്ട് വേറെ ധർമ്മം ഉണ്ടായോ അത് പ്രകൃതി. കടമുണ്ടായപ്പോ ഇല്ലാത്തൊരു ധർമ്മം ഉണ്ടായത്, അവിടെ വേറെ ഒരു ധർമ്മം പ്രവർത്തിക്കുന്നു. അതേതിലാണോ അങ്ങനെ ധർമാന്തരം പ്രവർത്തിക്കുന്നത്, ആ പ്രവർത്തിക്കുന്ന ധർമാന്തരം വികൃതി അല്ലെങ്കിൽ വികാരം. അതിനെയാണ് കാര്യം എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ പ്രതിവാദി ചോദിക്കുന്നു. ഈ പ്രതിവാദിയുടെ ചോദ്യം വാദി അവതരിപ്പിച്ച ആശയത്തിന് വിരുദ്ധമാണ്. വാദി ഉന്നയിച്ചെടുത്ത് ഉള്ളത് ഇല്ലാതാവില്ല, ഇല്ലാത്തത് ഉണ്ടാവില്ല എന്നുള്ള പറഞ്ഞത്. അവിടെ പറഞ്ഞു അങ്ങനെയല്ല, ഒരു ധർമ്മം നശിച്ചു വേറെ ധർമ്മം ഉണ്ടായി. അതേകൂടിയാണ് അത് പറഞ്ഞത്. പുതിയൊരു ധർമ്മം പ്രവർത്തിക്കാൻ തുടങ്ങി. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ധർമ്മമാണ്, അത് പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ പുതിയൊരു ധർമ്മം പ്രവർത്തിക്കാൻ തുടങ്ങി. അതേ കൃതി കുടം മുതലായത്. ഇങ്ങനെ പറയുമ്പോൾ ഇത് വാദിയുടെ സിദ്ധാന്തത്തിന് വിരുദ്ധാണ്. ഉള്ളത് ഇല്ലാതാവില്ല, ഇല്ലാത്തത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞതിന് വിരുദ്ധമാണ്. പ്രതിജ്ഞയിൽ അസത്ത് ആവിർഭവിക്കില്ല, സത്ത് തിരോഭവിക്കില്ല. ഇതാണ് പ്രതിജ്ഞ. ഉള്ളത് സത്ത്, ഇല്ലാത്ത അസത്ത്. ഉള്ളതുണ്ടാവില്ല, ഉള്ളത് ഇല്ലാതാവില്ല, ഇല്ലാത്തത് ഉണ്ടാവുകയും ഇല്ല എന്ന് പറഞ്ഞാൽ അസത്ത് ഒരിക്കലും ആവിർഭവിക്കില്ല, സത്ത് ഒരിക്കലും തിരോഭവിക്കില്ല എന്നാണ് അതിന് വന്നുകൂടുന്ന അർത്ഥം. അങ്ങനെ ഈ പറയുന്ന ഉത്പത്തി നാശങ്ങൾ, കുടം ഉണ്ടായി, കുടം നശിച്ചു, കുടം കുടമില്ലാണ്ടാവും. അപ്പൊ നമ്മൾ കുടം ഉണ്ടായിരുന്നു എന്ന് പറയും. ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇല്ല എന്നർത്ഥം. ഉണ്ടായ കുടം നശിച്ചു. ഉണ്ടായ കുടമാണ് നശിച്ചത്. അപ്പൊ ഉള്ളത് ഇല്ലാത്തതായി, ഉള്ളത് നശിച്ചു പോയി. അതുപോലെ മുമ്പ് ഇല്ലാത്ത കുടമാണ് ഉണ്ടായത്. അതാണ് ധർമാന്തരം പ്രവർത്തിക്കുന്നത് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഈ ഉള്ളത് നശിക്കില്ല, ഇല്ലാത്തത് ഉണ്ടാവുകയും ഇല്ല എന്ന വാദിയുടെ അഭിപ്രായത്തിന് വിരുദ്ധമാണ് ഈ പ്രതിവാദി ഇവിടെ ഉന്നയിക്കുന്ന ഈ പ്രകൃതി വികൃതികളുടെ ലക്ഷണത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായം. ഇവിടെ ഈ മണ്ണ് നിലനിൽക്കുമ്പോൾ കുടം മുതലായവ ഉണ്ടാകും. ഇത് പ്രവൃത്തി. പിന്നെ അത് നശിക്കുന്നു, അത് നിവർത്തിച്ചു പോയി, ഇല്ലാണ്ടായി പോയി. അപ്പൊ കുടം നശിച്ചു. ഈ ഉത്പത്തി നാശങ്ങൾ മണ്ണിനെല്ലാം തീർച്ചയാണല്ലോ. കുടം ഉണ്ടാകുന്നതിന് മുമ്പും മണ്ണുണ്ട്, കുടം ഉടഞ്ഞു പോയതിന് ശേഷവും മണ്ണുണ്ട്. അപ്പൊ മണ്ണിന് ഉത്പത്തി നാശങ്ങൾ ഉണ്ടായിട്ടില്ല. ആ മണ്ണിൽ നിന്ന് കുടമുണ്ടായി. ഉണ്ടായ കുടം പിന്നെ ഇല്ലാതെയുമായി. അപ്പൊ കുടമുണ്ടാകുന്നു, കുടമില്ലാതാകുന്നു. ഇല്ലാത്ത കുടത്തിന്റെ ഉത്പത്തിയും ഉള്ള കുടത്തിന്റെ നാശവുമാണ് പ്രതിവാദി ഉന്നയിക്കുന്നത്. ഇങ്ങനെ ഉന്നയിക്കുമ്പോൾ വാദി അസത്തിന്റെ ആവിർഭാവവും സത്തിന്റെ തിരോഭാവവും അംഗീകരിക്കുന്നു എങ്കിൽ അത് സ്വീകരിച്ച സിദ്ധാന്തത്തിന് വിരുദ്ധാവും. വാദി ഉന്നയിച്ച സിദ്ധാന്തത്തിന് അത് വിരുദ്ധാവും. ഇനി അത് അംഗീകരിക്കുന്നില്ലെങ്കിലോ? അംഗീകരിക്കുന്നില്ലെങ്കിൽ ഈ വാദിയുടെ പക്ഷം തന്നെ സിദ്ധിക്കുകയും ഇല്ല. ഇങ്ങനെ
സിദ്ധാന്ത വിരുദ്ധമായിട്ട് പറയുന്നതിനെയാണ് അപ്പസിദ്ധാന്തം എന്ന നിഗ്രഹസ്ഥാനം ആയിട്ട് പറയുന്നു. സമയം അതിക്രമിച്ചു, അതുകൊണ്ട് ഇവിടെ നിർത്താം. ഇനി ഒരു നിഗ്രഹസ്ഥാനം അതും കൂടി പറയാം, അതൊറ്റ വാക്യത്തിൽ പറയാനേ ഉള്ളൂ. ഇത് ഹേത്വാഭാസമാണ്, അപ്പൊ അതിന് സമയം വേണ്ട, അതുകൊണ്ട് സമയം വൈകാലും. ഹേത്വാഭാസ യഥോക്ത, ഹേത്വാഭാസങ്ങൾ പറഞ്ഞ പ്രകാരത്തിലാണ്. 5 ഹേത്വാഭാസങ്ങള് മുൻപേ പറഞ്ഞിട്ടുണ്ട്, അതാണ് ഹേത്വാഭാസങ്ങൾ എന്ന് പറഞ്ഞത്. സവ്യഭിചാരം, വിരുദ്ധം, പ്രകരണസമം, സാധ്യസമം, കാലാതീതം എന്ന പ്രസിദ്ധമായ 5 ഹേത്വാഭാസങ്ങൾ. ഈ ഹേത്വാഭാസങ്ങളെ ഒരു നിഗ്രഹസ്ഥാനമായിട്ട് പറഞ്ഞു. ഹേത്വാഭാസം എന്നത് 22ാമത്തെ നിഗ്രഹസ്ഥാനം. ഇങ്ങനെ 16ാമത്തെ പദാർത്ഥമായ നിഗ്രഹസ്ഥാനവും അതിൻ്റെ വിഭാഗവും വിവരിച്ചു. അപ്പൊ ഇവിടെ ന്യായശാസ്ത്രം ചില 16 പദാർത്ഥങ്ങളുടെ ചർച്ച അവസാനിക്കുന്നു. 16 പദാർത്ഥങ്ങളാണ് നമ്മൾ സ്വീകരിച്ച പാഠ്യത്തിലുള്ളത്. അത് ഇവിടെ സമാപിക്കും. ചോദ്യങ്ങളൊന്നുമില്ല, നിർത്താം സോമേട്ടല്ലേ?